ഓക്കെ സോ വാട്സ്ആപ്പ് ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഈ വീഡിയോയിൽ നല്ല സ്പെഷ്യലായിട്ട് തന്നെ ഒരു കാര്യമാണ്. എൻ്റെ ലെവല് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാതെ തൊട്ടാണെന്ന്. അത് നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ സെക്കൻഡ് സി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് ആ വീഡിയോ തന്നെയാണ്. ഇപ്പം ഞാൻ സെക്കൻഡ് സിയിൽ ഇനി 2 ലെവലും കൂടി ബാലൻസ് ഉള്ളൂ. അതിന് ശേഷം ഞാൻ സെക്കൻഡ് സിയിലോട്ടേക്ക് എത്തും. സെക്കൻഡ് സിയിലെത്താൻ എൻ്റെ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. വോയിഡ് എം സി എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ കുറച്ച് മേജർ ചേഞ്ചസ് ഉണ്ട്. ഫസ്റ്റ് എൻ്റെ എൻ്റെ ലെഗ് വരെ ഫുള്ളാവാതായി. പിന്നെ എൻ്റെ സൈബർ ഇപ്പോൾ V2 ആണ്. എല്ലാ അബിലിറ്റീസ് ഉണ്ട്. സൈബർ V2 എനിക്ക് പിന്നെ 1.6 മില്ലി ബൗണ്ടി ഉണ്ട്. എനിക്ക് ബൗണ്ടി 1 മില്ലി ബൗണ്ടി പെട്ടെന്ന് കിട്ടി. പിന്നെ ഞാൻ ഇപ്പോൾ ഗോസ്റ്റ് ഫ്രൂട്ട് ഉപയോഗിക്കണം. പിന്നെ എൻ്റെ വാട്ടർ കൊണ്ട് വാട്ടർ കൊണ്ട് പിന്നെ മസ്കിറ്റ് ഞാൻ മാറ്റിയിട്ടില്ല. പിന്നെ ഗോസ് ഫ്രൂട്ട് എനിക്ക് കട്ടൊക്കെ ഇഷ്ടമായി. കാരണം ഇതിൻ്റെ എഫക്ട്സും പാർട്ടിക്കിൾസൊക്കെ നല്ല രസമാണ്. ഇതിൻ്റെ ശബ്ദം തന്നെ ഒന്ന് കേട്ടോ. പിന്നെ ആ ഫസ്റ്റ് എബിലിറ്റി ഷിവറിംഗ് പൊസഷൻ. ഇതിങ്ങനെ ആളുകളെ സ്റ്റണ്ട് ചെയ്യും. പിന്നെ സ്പിരിച്വൽ റിലീസ്. ഇതവരുടെ സ്ക്രീനിനെ ബ്ലൈൻഡും ചെയ്യാൻ പറ്റും, ചിലരുടെ സ്റ്റണ്ടും ചെയ്യാൻ പറ്റും. പിന്നെയാണ് എൻ്റെ ഫേവറേറ്റ് ക്രൈസ് ഓഫ് തണ്ടർ. ഇനി എനിക്ക് ഒരു എബിലിറ്റിയും കൂടി കിട്ടാനുണ്ട്. അതാണ് ഗോസ്റ്റ് ബസ്റ്റേഴ്സ്. എൻ്റെ തന്നെ ക്ലോൺസിനെ ഉണ്ടാക്കി അവർക്ക് ഡാമേജ് ചെയ്യും. അവർ ഫൈറ്റിംഗ് സ്റ്റൈലായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ സെങ്ക്വിനാട്ട് ഉണ്ടായാൽ അവർ സെങ്ക്വിനാട്ടിൻ്റെ എബിലിറ്റീസ് എല്ലാം ഉപയോഗിക്കും. നമ്മൾ സോഴ്സ് വരെ അപ്പോൾ ഡാർക്ക് ബ്ലേഡ് ഉണ്ടായ ട്രിപ്പിൾ ഡാർക്ക് ബ്ലേഡ് ആക്കാം. അപ്പോൾ ഇനി 2 എബിലിറ്റിയും കൂടി ഉള്ള എൻ്റെ ഒരു മാച്ച് ലെവലിൽ കൂട്ടുകാരൻ വരാമെന്ന് പറഞ്ഞിരുന്നു. അവൻ വന്നിട്ടില്ല. അപ്പോൾ അവനില്ലാണ്ട് തന്നെ ഇന്ന് സെക്കൻഡ് സിയിലോട്ടേക്ക് ഞാൻ എത്തണം. എൻ്റെ ഗോസ്റ്റ് ഫ്രൂട്ട് കാണാൻ എൻ്റെ ലൈഫ് ലുഗിയ ജോൺ. ഇതൊന്ന് ഞാൻ ലുഗിയ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേസ് അപ്പോൾ കാര്യങ്ങൾ ഞാൻ ബോറാക്കണില്ല. നേരെ തന്നെ ഞാൻ സെക്കൻഡിലോട്ടേക്ക് എത്താൻ നോക്കുക. വലിയൊരു ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. ഞാൻ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ 700 എത്തിയതിനു ശേഷം ഗൈസ് എനിക്കൊന്ന് ഞാൻ 2 ടൈംസ് SP കോഡ് ഉപയോഗിക്കണം. ഗൈസ് ഒരു സെക്കൻഡ് ഞാൻ ഒരു 2 ടൈംസ് SP കോഡ് ഉപയോഗിക്കാം. അതാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സൈബോഗിനൊക്കെ കളിക്കാനാവും. ഞാൻ റെഡീം ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ സക്സസ്ഫുൾ ആയിട്ട് ഈ സൈബോഗിനെ കൊല്ലുമ്പോൾ തന്നെ ഞാൻ സെക്കൻഡിലോട്ടേക്ക് എത്തും. ഇത് ലിറ്ററലി എംപാരസിംഗ് ആണ് എൻ്റെ എല്ലാം. ഓക്കെ ക്രൈസ് ഓഫ് തണ്ടർ വേൾഡ്. ഞാനിപ്പോൾ ഈ പൊട്ടത്തരോ എനിക്ക് സൈബോഗിനെ കൊല്ലണ പേടിയില്ല. എനിക്ക് 2 ലൈഫ് ഉണ്ട്. എൻ്റെ ഇൻസ്റ്റിങ് വർക്ക് ചെയ്താൽ നല്ലതായിരിക്കും. ഇൻസ്റ്റിങ് വാട വന്നു ഷിവറിംഗ് പൊസഷൻ. ക്രൈസ് ഓഫ് തണ്ടർ വേൾഡ്, ഷിവറിംഗ് പൊസഷൻ. ഈ സമയത്ത് ക്യാമറ ബഗ് ആയാലാണ് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന സാധനം സംഭവിക്കാൻ പോണത്. ബീൻസിന്റെ ടാക്കോസ് കഴിച്ചിട്ടുണ്ട്. അത് ഉറപ്പാണ്. കാരണം ഗ്യാസ് കിട്ടുമ്പോ അപ്പൊ തന്നെ നമ്മള് സൈബോഗിന്റെ ഗ്യാസാണ്.
സൈബോർഗിനെ കൊല്ലുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ബ്ലോക്ക് ഫ്രൂട്ടിന്റെ ഡീറ്റെയിൽസ് വേണം. നിങ്ങൾ മാക്സ് ലെവലാണെങ്കിൽ ഡീറ്റെയിൽ ആണ്. ബ്ലോക്ക് ഫ്രൂട്ടിന്റെ അപ്ഡേറ്റ് 24. ഡ്രാഗൺ റീവർക്കിന്റെ കുറച്ച് ലീക്സ് വന്നിട്ടുണ്ട്. ഇതിൽ വെപ്പൺ റീവർക്ക് ഫുൾ ഗൺസിന് റീവർക്ക് കിട്ടാൻ പോവുകയാണ്. പുതിയ അനിമേഷനും ഫീച്ചേഴ്സും വരും ഗൺസിൽ. പിന്നെ എല്ലാവരും വിചാരിച്ച ഡ്രാഗൺ റീവർക്ക് ഒരിക്കലും വരില്ലെന്നാണ്. ഇത് 8 മാസം ഒരു ഇയർ കഴിയാറായി. കഴിഞ്ഞ വർഷം ഡ്രാഗൺ റീവർക്കിനെ കുറിച്ച് വന്നത് കൂടി ഡ്രാഗൺ റീവർക്ക് പെട്ടെന്ന് വരുമെന്ന്. ഞാനിപ്പോ ഒരു വലിയ പുസ്തകം കാണിച്ചു. എനിക്ക് 2 ലൈഫ് ഉണ്ടെന്ന്. പക്ഷെ എനിക്ക് മരിക്കണമെന്നില്ല. എൻ്റെ 2ാമത്തെ ലൈഫ് തന്നെ 50% നിർത്തുള്ളൂ. ഫുൾ എനിക്ക് ഗോസ്റ്റ് ബസ്റ്റേഴ്സ് കിട്ടിയാൽ സൈബോർഗിനെ ഞാനിപ്പോ അലക്കി പഞ്ചറാക്കിയാണ്. എൻ്റെ ഇത് കൂടാൻ കഴിഞ്ഞിട്ടാവോ എന്ന് തോന്നുന്നു. ഓക്കെ. ഇനി ഞാൻ ശ്രദ്ധിക്കണം. എൻ്റെ സെക്കൻഡ് ഫോമായി ഒന്ന് ഡാമേജ് കൂടുമെന്ന് ഗോസ്റ്റിന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ സെക്കൻഡ് ഫോമായി എൻ്റെ ഹെൽത്ത് കട്ട ലോയാണ്. ഞാൻ ആരെങ്കിലും വിളിക്കാൻ പോയിരുന്നാൽ അത് ഇതൊരു ബാഡ് ഐഡിയ. അയ്യാ ഇത് സെക്കൻഡ് സീലാണെങ്കിൽ എനിക്കിപ്പോ ഇമ്മോർട്ടൽ ബീങ്ങിന്റെ ടൈറ്റിൽ കിട്ടേണ്ടതാണ്. ഇതെല്ലാം കട്ടി ഈസിയായാണ്. എന്റെ എനർജി തീർന്ന് ഫ്ലാഷ് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത്. കൺട്രോൾ സൈബോർഗിന്റെ പൊട്ട ഗ്യാസാണ്. സൈബോർഗിന്റെ ഗ്യാസാണ് റിയൽ ലൈഫിൽ എന്റെ മുമ്പ് പോകുന്നുണ്ട്. ഓക്കെ 700 എത്തി. ലെവൽ 700 എത്തി ഗൈസ്. ഞാൻ WSP വേസ്റ്റ് ചെയ്യണില്ല. കുറച്ചും കൂടി ലെവലായിട്ട് ഞാൻ ഐസാർമലിനെ കൊല്ല. അടുത്ത ഞാൻ ഐസാർമലിനെ ഫൈറ്റ് ചെയ്യണം. സെക്കൻഡ് സീലോട്ടേക്ക് എത്താനായിട്ട്. എനിക്ക് ബ്ലോക്ക് ഫ്രൂട്ടിലെത്താൻ എനിക്ക് പെട്ടെന്ന് പീരിപ്പിക്കാതെ ഇഷ്ടമില്ലാത്ത ഞാൻ അറിയാണ്ട് ഏതൊന്നും തെറ്റായിട്ടുള്ള പെട്ടെന്ന് ഞാൻ എന്തായാലും ഞാൻ ലൈറ്റ് ഗോസ്റ്റിൽ അങ്ങനെ സംഭവിച്ചു. ഞാൻ എക്സബിലിറ്റിയൊക്കെ നോക്കിയപ്പോൾ സീനൊക്കെക്കൊണ്ടിരിക്കണം. എനിക്ക് തോന്നുന്നു എൻ്റെ ഡാമേജ് റിഡക്ഷൻ കുറഞ്ഞു.
ഇവിടെ നോക്ക്. ജസ്റ്റ് ഒരുത്തനെയും കൂടി ഞാൻ കൊന്നാ മതി. എനിക്ക് അടുത്ത ഇത് കിട്ടാനായിട്ട് ഈ കുറച്ചും കൂടി മണിക്ക് കുറച്ചും കൂടി കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. Congratulations for reaching 700. Ready to go to Nestler. Talk to the detective at the prison. കേസ് അത് ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാം. ഞാൻ ഈ എന്റെ WSP എനിക്ക് വേസ്റ്റ് ചെയ്യണമെന്നില്ല. എനിക്ക് കുറച്ച് ആക്ഷൻ കിട്ടണം. ഞാനത് ഡിഫെൻസീവ് വെക്കണം. കാരണം സെക്കൻഡ്സിലത്തെ ഇത് 10 times കട്ട പവർഫുൾ ആണ് ഫസ്റ്റ് സീനിലെങ്കാലും. പിന്നെ കുറെ പേർക്ക് ഹോക്കിയും ഉണ്ട്. നേരത്തെ മാഗ്മ വില്ലേജും ഫൗണ്ടനും കുറെ പേർക്ക്. അപ്പൊ ബുദ്ധ കിട്ടിയാൽ ഞാൻ അപ്പം തന്നെ കഴിക്കും. ബ്ലിസേർഡ് കിട്ടിയാൽ ഞാൻ അപ്പം തന്നെ കഴിക്കും. കാരണം ബ്ലിസേർഡും അതിൻ്റെ എഫബിലിറ്റി അത് കട്ടക്ക് നല്ലതാണ്. എനിക്ക് ഡാമേജ് ചെയ്യാൻ എനിക്ക് മൂവബിലിറ്റി ഉണ്ടാവുന്നു. ഇനി കേസിന്റെ ഡിഫൻസ് ഇപ്പൊ സൈബോർഗിനെക്കാളും ചെറുതായിട്ട് നല്ലത്. കേസ് അപ്പോൾ ഇനി ഞാൻ ഇവിടെ ക്ലൈം ചെയ്യണം. നിർത്തി ഞാൻ നേരെ പ്രിസണിലോട്ടേക്ക് പോവുകയാണ്. അവിടുത്തെ ഡിറ്റക്റ്റീവിനോട് സംസാരിച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഗോൾ ബ്ലോക്ക് സ്പോട്ടിലത്തെ ഏകദേശം തീരാതെ. ഓക്കെ, ആരെയോട് ചീഫോടെ ഇനി സ്ട്രഗിൾ ചെയ്യണ്ട്. ഞാൻ അയാളെയും കൂടി ഹെൽപ്പ് ചെയ്യുന്നില്ല. ചീഫോടെ മരിച്ചില്ല. അത് സൂപ്പർ. അതാണ് പേര്. ഓക്കെ, ചാനൽ സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് ബൗണ്ടി ഒന്നും പോകില്ല. എൻ്റെ Donson has escaped. We need help tracking him down before he takes over the world. My latest intelligence says he is hiding out with the ice armor at the frozen village. Take this key and attack him now. കേസ് അപ്പോൾ അടുത്തത് ഐസ് ആർമറിന്റെ അടുത്തേക്കാണ്. ഈ കീ ആദ്യമായിട്ടാണ് മര്യാദക്ക് കാണാനും പറ്റും. കേസ് അപ്പോൾ ഗോസ്റ്റ് ഫ്രൂട്ടിൽ അതുകൊണ്ട് ഇത് ഈസി ആയിരിക്കും. എൻ്റെ കൂട്ടുകാരൻ്റെ ഇതിൽ ചെയ്തപ്പോൾ അധികം ഈസി ആയിട്ടില്ല. എൻ്റെ 1 ക്ലാസ് ഐസായിരുന്നു. എനിക്കിതിൽ ഇനി 9 കൂടി കിട്ടിയ ഗോസ്റ്റ് ബസ്റ്റേഴ്സ്. ഓക്കെ, ഫ്രോസൺ വില്ലേജ്
നൈസ്. കേസർമൽ നിന്നെ കൊല്ലാൻ ടൈമായിരിക്കുന്നു. കേസ് ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു ഫ്യൂച്ചറിൽ എനിക്ക് യൂസ്ഫുൾ. എനിക്ക് സൂക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാല് ഞാൻ സത്യത്തിൽ ഐസിന്റെ എബിലിറ്റീസ് ഉപയോഗിക്കും. അതാണ് സെക്കൻഡ് കാര്യം. പിന്നെ ഇവൻ എന്നെ നന്നായി ഡാമേജ് ചെയ്യും. എനിക്ക് ഡോജ് ചെയ്യാൻ പറ്റും. ഷെയിങ്സിന്റെ പവറൊന്നും ഓക്കെ. അവനെ ഫ്രീസ് ചെയ്യാൻ നോക്കി. അതുകൊണ്ട് ഞാൻ അവനെ ഫ്രീസ് ചെയ്യാം. ഓക്കെ, ഈ പ്രാവശ്യം എന്നെ കിട്ടി. ഈ പ്രാവശ്യം എന്നെ പെട്ടെന്ന് നല്ലതായി. അതിന്റെ അത്ര പവർ കൂടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണ് അവനാണ് ഹാർഡ് സെക്കൻഡ് സീരി. ഭാഗ്യം ഇവന് ഈ രണ്ട് ഫേസ് ഇല്ലാത്തത് സ്വാനിന്റെ ഒക്കെ പോലത്തെ. ഇവൻ ചാവൂല. ഇവൻ ഓക്കെ കിട്ടി. Well, I lost. It happens to be king of the best of us. I assume you will send here because of my encounter with the sunlight. Exactly. I cannot say that this is the correct way. Justice changes based on your practicity. But you have to believe me when I tell you I did not break out Swan on the contrary. I was trying to stop him. You see, it seems like my old friend, the Magma Animal, made a deal with the Dragon Emperor to the stage Swan's escape. When he reality he was just allowed to walk free. The Dragon Emperor has a business making artificial fruits known. The Swan happened to be the changing of the operation. Hence, he threatened. ഇവിടെ ഞാനിപ്പോ കൊന്നപ്പോ ഇവന് കട്ട റീസ്പോൺ ടൈം ഉണ്ടല്ലോ. Then my friend with the wall, if he didn't free Swan and return him to his home in the Kingdom of Roses, the Magma Animal decided that it was not. While the casualties too, he agreed to free Swan. When I found out about this, I tried to stop Swan from going to second sea, but as it happens in blocks allows him to travel high speed through the air using string. If you wanna bring justice, take down Swan. You are gonna have to go to second sea and find him. He will most likely be hiding as he knows that the Revolutionary Army is trying to find him. They want to make him pay for the dancing now. The Marines failed to keep him resistant. Wow, ഇവനെ എനിക്ക് ഡാമേജ് ചെയ്യാൻ പറ്റും.
എനിക്ക് ഇനി വേണ്ട ഡാമേജ് ചെയ്യാൻ പറ്റും. ആ ബ്ലോക്സ് അതെന്തിട്ട് കാര്യം? അതെന്ത് കാര്യം? എനിക്ക് അവനെ ഡാമേജ് ചെയ്യാൻ പറ്റൂല, പക്ഷെ അവൻ എന്നെ ഡാമേജ് ചെയ്യാൻ പറ്റും. എനിക്കിനി 30% അല്ല, അതിന് ശേഷം എനിക്ക് മിഡിൽ ടൗൺ. പിന്നെ എന്റെ ഇൻവെന്ററി കാണിക്കാൻ മാറും. എനിക്ക് പോൾ V1 ഉണ്ട്, ഇതൊക്കെ എന്റെ സോഴ്സ് അപ്ഗ്രേഡഡ് ഉണ്ട്, ഷോർട്ട് മാൻഹാട്ടൻ ഫ്രൂട്ട്, പിന്നെ എന്റെ ലെജൻഡറി ഫ്രൂട്ട് സ്പൈഡർ. അധികം എന്റെ മാഗ്മ ഫ്രൂട്ടിന്റെ കൂട്ടാൻ്റെ ഡീലിൽ ഞാൻ കളിച്ചു. ഞാൻ എന്റെ ഫ്രൂട്ട് ജോൺസോണിനെ എന്റെ റൂം ആക്സസ് ചെയ്യാൻ അവന് അവന് ഇഷ്ടമില്ല. അപ്പോൾ അവൻ എന്റെ മാഗ്മ ഫ്രൂട്ട് റീസ്റ്റാർട്ട് ചെയ്തു. ഞാൻ പിന്നെ ഗോസ്റ്റും കൂടി കഴിക്കാൻ പോകുന്നു. ഓക്കെ, മിലിറ്ററി ഡിറ്റക്റ്റീവ് ന്യൂസ്. Oh, interesting. He thinks Son is in second seat. I have a captain who can take you there. He will meet you at the middle town. Good luck. Okay, guys. Second seat. ഇനി സെക്കൻഡ് സീറോട്ടൊക്കെ എത്താറായി. ഇനി മിഡിൽ ടൗണിലോട്ടേക്ക് പോകണം എനിക്ക്. ഞാൻ ഇതിനു ശേഷം പിന്നെ ഫസ്റ്റ് സീൽ തീർച്ചയായും, കാരണം എനിക്ക് ലെവൽ 725 ആയിക്കണം. ഓക്കെ, എക്സ്പീരിയൻസ്ഡ് ക്യാപ്റ്റൻ. എന്റെ സെക്കൻഡ് സീലോട്ടൊക്കെ ഉണ്ട്. ഫസ്റ്റ് okay, talk. I can take you the second sea. Would you like to go? Yes, second sea. ഫസ്റ്റ് തന്നെ എനിക്കൊരു ഫ്രൂട്ട് റോൾ ചെയ്യണോ? ദ ഇൻവെന്റർ ആൻഡ് ബിഗ് ന്യൂസ്. എനിക്ക് ടൈറ്റിൽസ് കിട്ടിയതാണ്. സെക്കൻഡ് സീ ബാഡ്ജും കിട്ടി എനിക്ക് ഗൈസ്. ഇനി നേരെ എനിക്ക് കാഫേയിലോട്ടേക്ക് പോകണം. ഇനിയാണ് റിയൽ ഗ്രൈൻഡ് സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് ഇവിടെ ഫ്രൂട്ട് റോൾ ചെയ്യണമെന്നുണ്ട് ഞാൻ, പക്ഷെ ഫസ്റ്റ് സീലി 1 മണിക്കൂറിന് മുമ്പ് ഈ ഫ്രൂട്ട് റോൾ. ഗൈസ്, അപ്പൊ ഇതാണ് സോണിന്റെ മാൻഷൻ. മറ്റേ ഐസാന്ന് പറഞ്ഞത്. ഞാൻ എന്റെ പുതിയതുണ്ട് ടൈറ്റിൽസ് വെക്കാം. ഓക്കെ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എടുത്തനുണ്ട്. ഇനിയാണ് അക്സസറീസ് മര്യാദക്ക് ചൂസ് ചെയ്യേണ്ടത്. എനിക്ക് കൂൾ ഷീറ്റ്സ് മനസ്സിലാക്കി. ഓക്കെ, ഞാൻ ഇവന്റെ അപ്പം ട്രേഡ് ചെയ്യാം. ഫസ്റ്റത്തെ ട്രേഡ് കേട്ടോ. ഓഫർ ഫോഡോ ലവ് ക്വിക്ക് ഗോസ്റ്റ്. കേസ് ഇതെന്തായാലും എനിക്കെല്ലാം വാല്യൂ എന്നോടൊന്നും പറയാ. ഇങ്ങനെ കമൻസ് ഇടല് ഇത് W ട്രേഡാണ് വാല്യൂ നോക്കാൻ. പക്ഷെ ഇതിനേക്കാളും കട്ട നല്ലതാ. PvPക്ക് ബെസ്റ്റ് ഫ്രൂട്ടാണ് ഡോ. പിന്നെ ഇവിടത്തെ ചെസ്റ്റ് കോസ്റ്റും കൂടി ഇത് തരും. എന്റെ പുതിയ ടൈറ്റിൽ എടുക്കാം. ബിഗ് ന്യൂസ്. എന്റെ മറ്റേ ടൈറ്റിലാണ് ബിഗ്. ഇതിന് കസ്റ്റം കളറുണ്ടോ? കേസ് ഇതിന് കസ്റ്റം കളറുണ്ട്. അപ്പോൾ അതിന്റെ ഞാൻ ഈ മെനോട്ട് റെഡിയാ കണ്ടിട്ട് പ്രോ ആയിട്ട് തോന്നുന്നുണ്ട്. റിപ്പ് ലൂഫി ക്യുക്ക്
ഞാൻ തൊട്ടാണ് തരാമോ? പ്രൂഫിക്ക് എനിക്കൊന്നും തരാൻ പറ്റൂല. കേസ് അപ്പോൾ വീഡിയോ ഇവിടെ ഞാൻ നിർത്താൻ. എനിക്ക് എൻ്റെ ഫ്രൂട്ട് തോലിയാൻ പറ്റും നോക്കട്ടെ. സിയോളിസ് ഫ്രൂട്ട് തോലിയാൻ പറ്റും. നല്ല ഫ്രൂട്ട്. ഓക്കെ, 1 മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യണം. കേസ് അപ്പോൾ ഇവിടെയും പറയാൻ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇതാണ് സെക്കൻഡ് സീയുടെ വീഡിയോ. ഇനി ഞാൻ കുറച്ചും കൂടി ഗ്രൈൻഡിങ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങനത്തെ ഇനി അടിപൊളി വീഡിയോയ്ക്ക് വേണ്ടി. സോ ഡി ജി ഗെയിമേഴ്സ് ഔട്ട്.